പക്ഷേ ഡൽഹിയിലെ മലിനീകരണത്തിനെതിരെ ജൻസി പ്രക്ഷോഭം ഉണ്ടായി. ഈ ജൻസി പ്രക്ഷോഭത്തെ പക്ഷെ എങ്ങനെയാണ് മാവോയിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്തതെന്ന് മനസ്സിലാകുന്നതുമില്ല. ഇത് മാവോയിസ്റ്റ് കമാൻഡറായിട്ടുള്ള മാധവി ഹിദ്മയുടെ പോസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടായിരുന്നല്ലോ ഈ പരിപാടി. അപ്പം നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇപ്പോൾ മാവോയിസ്റ്റുകളും നക്സലുകളും ഒക്കെ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി വരുന്നത്. നമ്മളത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. നമ്മളത് വളരെ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് സത്യത്തിൽ മാവോയിസ്റ്റുകൾക്ക് പ്രഖ്യാപിതമായ ഒരു റോളും ഇല്ലാത്ത സമരമാണത്. അതെ. ഒന്നാമത് ഡൽഹിയിലെ പൊല്യൂഷനും ഈ മാവോയിസ്റ്റ് ഐഡിയോളജിയും തമ്മിൽ എന്ത് ബന്ധമാണ്? ആ സമരം പ്രഖ്യാപിച്ച ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാണ്. അത് നിർണായകം വളരെ വല്ലാത്തൊരു ഒരു പ്രശ്നമാണ് കേട്ടോ. അതെ. യാതൊരു തർക്കവുമില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു തലസ്ഥാനമാണ് അത്രേ. ലോകത്തിലെ ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനവും ഇത്ര പൊല്യൂട്ടഡ് ആയിട്ടില്ല. അത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിന് മാതൃകയായ ഒരു രാജ്യമാണ്. അങ്ങനെയൊക്കെ ആയിട്ടും അത്ര തന്നെ മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ നഗരമാണ് ഡൽഹി. ഡൽഹിയിലെ പൊല്യൂഷൻ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഡൽഹിയിലെ പൊല്യൂഷൻ കൊണ്ട് ഈ ശ്വാസം മുട്ടുന്നേന്നാണ് ആളുകൾ നിലവിളിക്കുന്നത്. ഏതാണ്ട് 3.5 കോടി മനുഷ്യരുണ്ട് അവിടെ. ഒരു മഹാനഗരിയാണ്, ചരിത്രപരമായി തന്നെ ഒരു മഹാനഗരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന മഹിമയുള്ള നഗരമാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇത്രയേറെ കഷ്ടപ്പെടുകയാണ്. എല്ലാ വർഷവും ഈ ഇഷ്യൂ ഉണ്ട്, 1-2 കൊല്ലമായിട്ടല്ല. ഇതിനു മുമ്പ് ആം ആദ്മി പാർട്ടി ഭരിച്ച കാലത്ത് BJP ഉൾപ്പെടെ എല്ലാവരും സമരം ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു, ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല ആം ആദ്മി പാർട്ടി ഭരിക്കുമ്പോൾ. ഇപ്പൊ BJP ആണ് ഭരിക്കുന്നത്. അപ്പൊ ഭരണകൂടത്തിന്റെ സ്വഭാവം കുഴപ്പമല്ലല്ലോ. അപ്പൊ ഇത് അന്തരീക്ഷ മലിനീകരണം കൃത്യമായി കുറച്ചു കൊണ്ടുവരാൻ വളരെ സജീവമായ ഇടപെടലാണ്. ഇടപെടൽ എന്താണ്? ഇപ്പൊ ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട് അവിടെ. മേഘങ്ങൾക്കകത്ത് ഹെലികോപ്റ്റർ പോയിട്ട് അതിനകത്ത് കെമിക്കൽസ്, സാധാരണ രീതിയിൽ നമ്മൾ കൃത്രിമ മഴ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ ഇതിനകത്തെ ഈ കാർബൺ കണ്ടന്റും ഇതിനകത്തെ കട്ട പിടിച്ച പുകയും അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള കെമിക്കൽസ് സ്പ്രേ ചെയ്യുക ക്ലൗഡിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട്. അത് നടക്കുന്നുണ്ട്. അതുപോലും നടത്തിയിട്ട് എഫക്റ്റീവ് അല്ല. ഇതാണ് അവിടുത്തെ സ്ഥിതി. അതുകൊണ്ട് ആളുകൾക്ക് ശ്വാസം മുട്ടുകയാണ്. കുട്ടികൾക്കൊന്നും സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിപ്പോയാൽ സാധാരണ രീതിയിൽ വീട്ടിനകത്ത് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് ശ്വസിക്കുകയാണ് ആളുകൾ, ഓക്സിജൻ മാസ്കും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഏരിയയിൽ, മുഴുവൻ ഭാഗത്തും ഇല്ലെങ്കിലും ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ അതുണ്ട്. ഈ ഇഷ്യൂവിനെതിരായിട്ട് സമരം ചെയ്യാൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്, അവർക്കത് മനസ്സിലാവും. എന്നിട്ട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നതെന്ന് നിലവിളിച്ചുകൊണ്ടാണ് അവർ ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ വന്ന് സമരം ചെയ്തത്. പക്ഷേ ഇന്ത്യയിലെ എല്ലാ സമരങ്ങൾക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ മാനവികമായ സമരങ്ങൾക്ക്, അടിസ്ഥാന വർഗത്തിൻ്റെ സമരങ്ങൾക്ക്, പാരിസ്ഥിതികമായ സമരങ്ങൾക്ക് ഒക്കെ ഒരു വലിയ ഗതികേടുണ്ട്. ഇത് രാജ്യവിരുദ്ധമായ താല്പര്യമുള്ള കക്ഷികൾ കയ്യിലെടുക്കും. അവരത് ഹൈജാക്ക് ചെയ്യാൻ അവസരം കാത്തിരിക്കും. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സമരവും. ഡൽഹിയിൽ നടന്ന സമരത്തിൽ എന്തെങ്കിലും മാധ്വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മാധ്വി പേര് കേട്ട പിടികിട്ടാ പുള്ളിയായിരുന്ന മാവോയിസ്റ്റ് നേതാവാണ്. ഈ മാവോയിസ്റ്റുകളുടെ ഏറ്റവും വലിയ തീവ്രവാദി പ്രസ്ഥാനമായ മാവോയിസ്റ്റുകളുടെ നേതാവാണ്. എന്ന് വെച്ചാൽ CPI ബ്രാക്കറ്റ് മാവോയിസ്റ്റ്, മാർക്സിസ്റ്റ് അല്ല. അവർ കഴിഞ്ഞ 10-20 കാൽ നൂറ്റാണ്ട് കാലമെങ്കിലും ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ കൊടുങ്കാടുകളിൽ താമസിച്ചിട്ട് ഭരണകൂടത്തെ വിറപ്പിക്കുന്നു, പോലീസിനെയും പട്ടാളത്തെയും നിരന്തരമായി ആക്രമിക്കുന്നു, കൊല്ലുന്നു. ഈ രാജ്യത്തിന് വിതരണം ചെയ്യാനുള്ള വലിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് അവരുടേതൊരു സാമ്രാജ്യം, ഒരു സമാന്തര ഭരണകൂടം സ്ഥാപിച്ചവരാണ് അവർ. അവർക്കെതിരെയുള്ള വലിയ തോതിലുള്ള പോരാട്ടം രാജ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഈ സമരം നടക്കുന്നത്. ആ സമരത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു തുടങ്ങിയ കുട്ടികളുടെ മനോഹരമായ പാട്ടുകളും ഒക്കെ പാടിക്കൊണ്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ അവിടെ വന്നിരുന്നത്. പക്ഷേ എപ്പോഴാണെന്നറിയില്ല, പൊടുന്നനെ ആ സമരമുഖത്ത് അതുവരെ ഇരുന്ന കുട്ടികൾക്ക് പകരം, അല്ലെങ്കിൽ അവരുടെ മുൻപന്തിയിലേക്ക് വേറെ ഒരു കൂട്ടം ആളുകൾ വന്നിരിക്കുന്നു. അവരുടെ കയ്യിൽ അവരുടെ മുദ്രാവാക്യത്തിൻ്റെ സ്വഭാവം മാറുന്നു. ഈ മാവോയിസ്റ്റ് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു, ഇൻകുലാബ്, ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ. ഒപ്പം പൊടുന്നനെ ഈ മാധ്വി ഉൾപ്പെടെയുള്ള, ആലോചിച്ച് നോക്കൂ, ഒരു കോടി തലക്ക് വിലയിട്ട പിടികിട്ടാ പുള്ളിയാണ് മാധ്വി. ആ മാധ്വിയാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ പട്ടാളം കൊന്നത്. അപ്പോൾ മാധ്വിയുടെ ചിത്രം ഉയർന്നു വരുന്നു. മൊത്തത്തിൽ എന്തായി ആ ചിത്രം? നിരോധിക്കപ്പെട്ട സംഘടനയാണ് മാവോയിസ്റ്റുകൾ എന്ന് ഓർക്കണം. ഇന്ത്യ ഗവൺമെന്റ് തലക്ക് വില പറഞ്ഞ നേതാവാണ് മാധ്വി എന്ന് ഓർക്കണം. ആ മാധ്വിയാണ് ഈ ഇന്ത്യ ഗവൺമെന്റ് വെടിവെച്ച് കൊന്നത്. എന്നിട്ട് ആ മാധ്വിയെ, സാധാരണഗതിയിൽ ആ മാധ്വിക്ക് വേണ്ടി ഒരു അനുശോചന യോഗം നടത്തുന്ന പോലും കുറ്റകരമാണ്.
അതാണുള്ള നിയമം. എന്നിട്ട് പരസ്യമായി ഡൽഹിയിലെ തലസ്ഥാന നഗരിയിൽ ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ ഒരു പറ്റം ആളുകൾ കൂടിയിരുന്നിട്ട്, 22ഓളം ആളുകൾ, കുറച്ചാളുകളേ ഉള്ളൂ, അവർ കൂടിയിരുന്നിട്ട് മാധ്വിയുടെ ചിത്രം ഉയർത്തി കാണിക്കുക. എന്നിട്ട് മാധ്വിക്ക് വേണ്ടി നിലവിളിക്കുക. മാധ്വിയെ കൊന്നത് അന്യായമാണ്, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, മനുഷ്യവിരുദ്ധമാണ്, കില്ലിംഗ് അവസാനിപ്പിക്കുക, ഇന്ത്യ ഗവൺമെൻറ് നീതി പാലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുക. പ്രത്യക്ഷത്തിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു സമരം അതിവേഗത്തിൽ രാജ്യവിരുദ്ധമായി മാറി. അപ്പോഴാണ് പോലീസ് വേണം. സാധാരണ രീതിയിൽ പോലീസ് കുട്ടികളുടെ ഒരു സമരമല്ലേ, പൊല്യൂഷനല്ലേ, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ താല്പര്യമുള്ളതാണല്ലോ, നടക്കട്ടെ എന്ന് വിചാരിച്ചാണ്. പെർമിഷനൊന്നും എടുത്തിട്ടില്ല. കുട്ടികളുടെ നോക്കുമ്പോൾ കുട്ടികളുടെ ബാനർ, കുട്ടികളുടെ മുദ്രാവാക്യമൊക്കെ പ്രത്യക്ഷത്തിൽ ഒഫൻസീവായ ഒരു സംഗതിയല്ല. അത് നടത്തിക്കോട്ടെ, അതും നടക്കട്ടെ, കുട്ടികളുടെ ഒരു പങ്കല്ലേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചിത്രം മാറി. ഗവൺമെൻറ്റിനെതിരാണ്, മാവോയിസ്റ്റുകളാണ്, അവരുടെ മുദ്രാവാക്യം അതാണ്. അതോടുകൂടി പോലീസ് വന്ന് വളഞ്ഞു. പോലീസ് വന്ന് വളഞ്ഞപ്പോഴാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം കാണുന്നത്. ഈ കാണുന്നൊന്നുമല്ല അവരുടെ കയ്യിൽ മുദ്രാവാക്യം മാത്രമല്ല ഉള്ളത്. പോലീസ് ഇവരുടെ കയ്യിലുള്ള ബാനർ, ഈ പറഞ്ഞ രാജ്യവിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനർ പിടിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ ഈ ചെല്ലുന്ന പോലീസുകാരുടെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ, മാരകമായ കുരുമുളക് കലക്കിയ സ്പ്രേ മനുഷ്യൻ്റെ കണ്ണിലേക്ക് അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവർക്ക് വല്ലതും കാണുമോ? അങ്ങനെ മാത്രമല്ല, അവരുടെ കണ്ണ്, ഈ വന്ന പോലീസുകാരുടെയൊക്കെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ അടിച്ചിട്ട് അവിടെ അതുവരെ കുത്തിയിരുന്ന സമരക്കാർ മുഴുവൻ തെരുവിലിറങ്ങിയിട്ട് റോഡ് തടയുന്നു. കണ്ണിൽ കണ്ടതൊക്കെ. എന്നിട്ടോ കണ്ണ് കാണാതെ തപ്പിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരെ പോയി ഇവർ ആക്രമിക്കുന്നു. 4-5 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അവർ ആശുപത്രിയിലായി. 22 പേരേ ഉള്ളൂ, അത് ഓർക്കണം. പക്ഷേ പോലീസ് അതിവേഗത്തിൽ കൂടുതൽ ഫോഴ്സ് വന്ന് 22 പേരെ അറസ്റ്റ് ചെയ്ത് അവരിപ്പോൾ റിമാൻഡിലാണ്. അവരുടെ ഭാവി അവരെ എന്താവും എന്നുള്ളതൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ കേസ് FIR 1 2 FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സംഭവ വികാസങ്ങൾ. അപ്പോൾ ഈ നമ്മുടെ രാജ്യത്തിനകത്ത് അത്രത്തോളം ആഭ്യന്തര ശത്രുക്കളുണ്ട് എന്നുള്ളത് ശക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഇത്തരം സമരമുഖങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. കർഷക സമരത്തിൽ അത്തരം വലിയ രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ടായിരുന്നു എന്ന്, പ്രത്യേകിച്ച് ഈ കാനഡ കേന്ദ്രീകരിച്ച് ഇവിടുത്തെ ഖലിസ്ഥാൻ തീവ്രവാദികളെ പിന്തുണക്കുന്ന വലിയ തോതിലുള്ള പണവും സൗകര്യങ്ങളും വന്നിട്ട് ആ പണക്കാർ സ്പോൺസർ ചെയ്ത്, അല്ലാതെ ഇവിടുത്തെ പട്ടിണിപ്പാവങ്ങളുടെ സമരമായിരുന്നില്ല കർഷക സമരം എന്ന് പോലും പിന്നീട് സമരം തുടങ്ങിയ കാലത്ത് ഞങ്ങളൊക്കെ അതിനെ പിന്തുണച്ചാണ് കേട്ടോ. സമരം കർഷകൻ്റെ സമരമല്ലേ. അദാനിയെ പോലുള്ള മുതലാളിമാർക്ക് പാവം കർഷകൻ്റെ അവകാശങ്ങൾ പണയം വെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് ആ സമരത്തിലും രാജ്യവിരുദ്ധ ശക്തികളുണ്ടായിരുന്നു. പിന്നീട് ഗവൺമെൻറ് വലിയ ജാഗ്രതയായി. പിന്നീട് ഈ പഞ്ചാബ് ഹരിയാന പ്രദേശത്തു നിന്ന് വരുന്ന കർഷകർക്ക് ഡൽഹിയിൽ സമരം ചെയ്യേണ്ടതില്ലാന്ന് തീരുമാനിച്ചു ഗവൺമെൻറ്. അവരെ നഗരാതിർത്തി കടത്തിവിട്ടില്ല. പിന്നെ അങ്ങനെയാണ് ചീറ്റിപ്പോയത് സമരം. ഇപ്പോൾ കർഷക സമരം ഇല്ലല്ലോ. സമരം ജയിച്ചു പോയതല്ല, സമരത്തെ തടഞ്ഞു നിർത്താൻ പറ്റി വിജയിച്ചതാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സമരമുഖത്തും ഇപ്പോൾ എന്തിനാ ഏറെ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഈ CAB സമരം നടന്നല്ലോ, ഓർമ്മയില്ലേ? ഇന്ത്യയിലൊട്ടാകെ CAB സമരം നടന്നല്ലോ. എന്തായിരുന്നു ആ സമരത്തിന് പിന്നിലുള്ള യഥാർത്ഥ താല്പര്യം? കോവിഡ് കാലത്ത് പോലും ഇവിടെ അന്യരാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേര് പുറത്തു വന്ന് കൂടിയിട്ട്, ഓർമ്മയില്ലേ? തബ്ലീഗ ജമാഅത്തിൻ്റെയൊക്കെ വലിയ സമ്മേളനം പോലെ സമ്മേളനങ്ങൾ വരുന്നു. ആളുകൾ ഇവിടെ ലോകം മുഴുവനുള്ള കോവിഡ് അണുക്കളെ ഇവിടെ കൊണ്ടുവന്ന്, വൈറസിനെ ഇവിടെ കൊണ്ടുവന്ന് കോവിഡ് ഉണ്ടാക്കിയിട്ട് പോകുന്നു. രാജ്യം ഇങ്ങോട്ട് കടക്കരുത് എന്ന് പറഞ്ഞിട്ട് വലിയ വിലക്കുള്ള സമയത്ത് പോലും ആളുകൾ വരുന്നു. ഇവിടുത്തെ എല്ലാ സമരങ്ങളിലും രാജ്യവിരുദ്ധമായ ശക്തികൾ വളരെ സമർത്ഥമായി കയ്യിലെടുത്തിട്ട് രാജ്യത്തിനെതിരായി മുദ്രാവാക്യം കളിക്കാൻ കിട്ടുന്ന ഒരവസരവും ഇവിടെ ആരും കളയുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ അർബൻ നക്സലൈറ്റുകളെന്നും ഒക്കെ വിളിക്കുന്ന മാവോയിസ്റ്റുകൾ. കാട്ടിലാകുമ്പോൾ മാവോയിസ്റ്റാണ്, അവർ ഡൽഹിയിലെത്തിയാൽ അർബൻ നക്സലൈറ്റാണ്. ഇതാണ് പണി. അപ്പോൾ ഇത്തരത്തിലുള്ള പണികളെ ജാഗ്രതയോടെ നമ്മൾ കാവലിരിക്കേണ്ടതുണ്ട് എന്നുള്ള പാഠമാണ്. അതിൽ നിന്ന് വേറൊരു കാര്യം കൂടി ഓർക്കണം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയ മലപ്പുറത്തുകാരായ 3 കുട്ടികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമരത്തിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മലപ്പുറത്തു നിന്ന് പോയവരുടെയും അവരൊക്കെ ഡൽഹിയിലെത്തിയപ്പോൾ, ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഉണ്ടാവാം, ഡൽഹിയിലെത്തിയപ്പോൾ അവരുടെയൊക്കെ ചിത്രം മാറുന്നുണ്ട്, അവരുടെ സ്വഭാവം മാറുന്നുണ്ട്, ഭാവം മാറുന്നുണ്ട്, അജണ്ട മാറുന്നുണ്ട്. ഡൽഹിയിലെ പൊല്യൂഷനെതിരായിട്ട് സമരം ചെയ്യാനൊന്നും അല്ലല്ലോ അവർ പോയിരിക്കുക. അപ്പോൾ പൊല്യൂഷൻ എന്നൊരു അജണ്ട ആദ്യം കാണിച്ചിട്ട് അവിടെ വന്നിരിക്കാനും പിന്നീട് ഗവൺമെൻറ്റിനും രാജ്യത്തിനും എതിരായി മുദ്രാവാക്യം വിളിക്കാനും സമരം ചെയ്യാനുമാണ് ഇവർ ശ്രമിച്ചത്. തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ഗതി, അല്ലെങ്കിൽ അവരുടെ ഭാവി, അവരുടെ വിചാരണ, FIR കേസ് ഒക്കെ അതിൻ്റെ വഴിക്ക് നടക്കുമായിരിക്കും. NIA ഗൗരവമായിട്ട് അത് കാണുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്ത്യയുടെ സമരങ്ങളുടെ, ജനുവിനെന്നും ന്യായമെന്നും നമ്മൾ കരുതുന്ന സമരങ്ങളുടെ പോലും പിന്നിൽ ഒളിച്ചിരിക്കുന്ന താല്പര്യങ്ങൾ രാജ്യവിരുദ്ധമാണ്.
എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യ ഗേറ്റിലെ മലിനീകരണം, ഈ അന്തരീക്ഷ മലിനീകരണത്തിനെതിരായിട്ടുള്ള സമരം. അതൊരു വലിയ പാഠമായിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.